ഷാജു ചേട്ടാ നല്ലൊരു മേൽനോട്ടം നടക്കുന്നുണ്ട്, പക്ഷെ ഒന്നും മേലല്ലെങ്കിൽ പണിയുന്നില്ലല്ലോ. ഞാൻ ആവശ്യത്തിനുള്ള കാര്യങ്ങളെല്ലാം അവർക്ക് സെറ്റ് ചെയ്ത് കൊടുത്തു. ഇനി അവരാണ് കുക്ക് ചെയ്യേണ്ടത്. ഞാനത് കണ്ടു നിൽക്കുകയുള്ളൂ. അതിൻ്റെ കുറവുകൾ ഞാൻ പറഞ്ഞു കൊടുക്കും. പക്ഷെ ബാക്കിയെല്ലാം ഞാൻ അരിഞ്ഞെല്ലാം സെറ്റ് ചെയ്ത് വാഷ് ചെയ്ത് കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. മൈജി ഫ്യൂച്ചർ അജ്മി പ്രസൻസ് അമ്മ കുടുംബ സംഗമം ഇൻ അസോസിയേഷൻ വിത്ത് ഗുഡ് സ്പീഡ് മൈഗ്രേഷൻ ആൻഡ് സ്റ്റഡി അബ്രോഡ് എക്സ്പേർട്സ് ജെയിൻ ഡീംഡ് ടു ബി യൂണിവേഴ്സിറ്റി ആൻഡ് മഹാറാണി വെഡിംഗ് കളക്ഷൻസ് പവർഡ് ബൈ ഡി ഗ്രൂപ്പ്. കൂർക്ക എന്ന് പറയുമ്പോൾ മധ്യ കേരളത്തിലെ അങ്കമാലി, കാലടി ആ ഒരു ഏരിയയിലെ ഒരു സാധനമാണ്. അപ്പോൾ ആ ഒരു ഡിഷിൻ്റെ ഒരു സ്റ്റൈലാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. അപ്പോൾ അത് വെച്ചിട്ട് അതിൻ്റെ ഇൻഗ്രീഡിയൻസ് എല്ലാം ഉണ്ട്, അതല്ലാത്ത കുറേ സാധനങ്ങളും ഉണ്ട്. അപ്പോൾ നമുക്ക് ഉദ്ദേശിച്ചതിനെക്കാട്ടി നമ്മൾ ഉദ്ദേശിച്ച അല്ലാത്ത രീതിയിൽ ചിലപ്പോൾ അവർ ചിലപ്പം വല്ല മാജിക് കാണിക്കുകയാണെങ്കിൽ നോക്കാമല്ലോ. എക്സാക്ട്ലി അല്ലേ, അവര് വേറൊരു പുതിയ രീതിയിൽ വരെ ചിന്തിക്കട്ടെ. കണ്ടില്ലേ, ചട്ടുകം വെച്ച് ആറിലേക്ക് ചതയ്ക്കുന്ന ആൾക്കാരെ നമ്മൾ ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ടോ? ഇവര് 4 പേർക്ക് ഒരു ടീമായിട്ട് വന്നിട്ട് 4 ഐഡിയയിൽ വിത്തിൻ 1 hour. നേരത്തെ ഒരു പ്ലാൻ ആയിരുന്നെങ്കിൽ അവർക്ക് അറിയാം ഇപ്പോൾ ഒരു മീൻകറി ഉണ്ടാക്കണം അല്ലെങ്കിൽ ഫിഷ് ഉണ്ടാക്കണം. ഇവിടെ വന്നിട്ട് ആ ഒരു ടീം തമ്മിൽ ഇപ്പോൾ ഒരു അഭിപ്രായം പറയും, ഇങ്ങനെ ഉണ്ടാക്കാം. അതിനുള്ളൊരു സമയമൊന്നുമില്ല. അപ്പോൾ വിത്തിൻ 10 minutes കൊണ്ട് ഡിഷ് എന്താണെന്ന് തീരുമാനിച്ച് കുക്ക് ചെയ്തൊരു ടീം വർക്കാണ് ഇതിന്. മോർ ഓവർ ടേസ്റ്റിനെക്കാട്ടിൽ അല്ലെങ്കിൽ കൺഫ്യൂഷൻ ആവും. ഒരാൾ പറയും ഇന്നതിടാം, അല്ലെ കൂർക്ക ഇങ്ങനെ വേവിക്കണം, അല്ലെ അത് സോട്ട് ചെയ്യാം, ഫ്രൈ ചെയ്തെടുക്കാം, അല്ലെ ചിക്കൻ വേവിച്ചെടുക്കാം, പലതരം ഡിസ്കഷൻസ് വരും. അപ്പോൾ ഇതിനകത്തുനിന്ന് ഫൈനൽ പ്രൊഡക്റ്റ് 1 hour ഉണ്ടാക്കുന്നത് അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു ഫൺ. നമുക്ക് നോക്കാം ഒരു ടീം വർക്ക് എങ്ങനെ ഇരിക്കും എന്നുള്ളതാണ്. മാത്രമല്ല ഇത് എങ്ങനെ വരും എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും ഡൗട്ടുള്ള കാര്യമാണ്. എന്തായാലും അവർ ഭയങ്കര കോൺഫിഡൻസോട് കൂടിയാണ് എല്ലാവരും കുക്ക് ചെയ്യുന്നത്. 1 മണിക്കൂർ സമയമാണുള്ളത്. ഷെഫിന്റെ മേൽനോട്ടം ഉണ്ടാവും. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഷെഫിൻ്റെ എന്തെങ്കിലും സംശയങ്ങൾ ചോദിക്കുന്നെങ്കിൽ നിങ്ങൾക്ക് 3 അവസരങ്ങൾ ഉണ്ടാവുന്നതാണ് എന്ന് കരുതി പുള്ളിയെ വിളിച്ച് കുക്ക് ചെയ്യിക്കരുത്. എല്ലാ ടേബിളിൽ നിന്നും നല്ല ഫ്ലേവർ, നല്ല മണം വരുന്നുണ്ടല്ലേ ഓൾറെഡി. ചിലർ വറുത്തരച്ച സ്റ്റൈൽ ഉണ്ടാക്കുന്നത്, ചില സ്റ്റൂ ഉണ്ടാക്കുന്നത്, ചില സ്റ്റേഷനിൽ ചിക്കനെ സെപ്പറേറ്റ് ആയിട്ട് സ്റ്റീം ചെയ്തെടുത്തുന്നു. ഓരോരുത്തർക്കും ഓരോ യൂണിക്കായിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് എക്സൈറ്റഡ് ആയിട്ടിരിക്കുകയാണ് ആരാണ് ഇതിൽ ഏറ്റവും മികച്ച രീതി. കാരണം ആ സ്റ്റേഷനിൽ എത്തുമ്പോൾ തന്നെ നമുക്കത് മനസ്സിലാക്കാം അവരെങ്ങനെയൊക്കെ വളരെ പ്രൊഫഷണലി ഒരു ഒട്ടും നമ്മൾ വിചാരിച്ച് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കുന്നത്. പക്ഷെ അങ്ങനെയല്ല, അവർ വളരെ പ്രോപ്പറിൽ മത്സരിച്ച് ജയിക്കാൻ വേണ്ടിയിട്ട് 4 പേരും ആവേശത്തോടെ നാടൻ രീതിയിൽ ഇതിൻ്റെ കളർ കാണുമ്പോൾ നമുക്കറിയാം അവർ ഭയങ്കര പ്ലാൻഡ് ആയിരുന്നു. അപ്പോൾ ആദ്യം തന്നെ ഞാൻ നോക്കുമ്പോൾ ഒരൊറ്റയ്ക്ക് തന്നെ തീരുമാനിച്ചു എങ്ങനെ ചെയ്യണം. എന്നിട്ട് ബിന്ദു ചേച്ചി എൻ്റെ ചാർജ് ഏറ്റെടുത്തു. അവർ 3 പേരോട് ഒരേ രീതിയിൽ അസിസ്റ്റ് ചെയ്തിട്ട് ഒരു കംപ്ലീറ്റ് ടീം വർക്കാണ് ഇവരുടെ സ്റ്റേഷനിൽ കാണാൻ. സൂപ്പർ മഹിമ, കണ്ട് ചെയ്തോ പഠിച്ചോ എന്താണ്? കുറെ പഠിച്ചു, കുറെ കണ്ടു, ടേസ്റ്റ് ചെയ്തപ്പോ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ടേസ്റ്റ് ചെയ്ത് കഴിഞ്ഞു. ബിന്ദു ചേച്ചി രുചിച്ചറിയൂ. പിള്ളച്ചേട്ടൻ റെഡിയാണ് രുചിക്കാനായിട്ട്. അതിലേക്ക് തിരിച്ചു വരാം. പക്ഷേ നമ്മൾ സ്റ്റേഷൻ നമ്പർ 4 പോട്ടെ. ചേട്ടാ ഇവിടെ ഇപ്പോഴെന്താ എന്താണ് ഈ സ്റ്റേഷനാണ് നമ്മൾ അത്ഭുതപ്പെടുത്തിയത്. അവരാദ്യം ചിക്കനെ മാത്രമായിട്ട് ട്രീറ്റ് ചെയ്തു. അത് കഴിഞ്ഞ് അതിൻ്റെ സോസ് വേറെ, ഓരോന്നോരോരോ മെത്തേഡായിട്ട് അവർ ഒരു പാർട്ട് ബൈ പാർട്ടായിട്ട് സാധാരണ എല്ലാവരും ഒരു കറി ഉണ്ടാക്കല്ലേ. അപ്പോൾ ഇവരുടെ ഒരു പ്രത്യേകത ഓരോ ഇൻഗ്രീഡിയൻസും അതിൻ്റെ ഓരോ സ്റ്റേജ് ബൈ സ്റ്റേജ് ആയിട്ട്. ഇതിപ്പോൾ നമ്മൾ നോക്കുമ്പോൾ കാഷ്നട്ട് ബട്ടറിനകത്ത് സോട്ട് ചെയ്ത് ബ്ലാക്ക് പെപ്പറൊക്കെ ഇട്ടിട്ട് വെക്കുകയാണ്. എനിക്കൊന്നും ഇവരൊക്കെ പോലെ മാസ്റ്റർ ഷെഫിലൊക്കെ പങ്കെടുത്ത ആൾക്കാരാണെന്നൊക്കെയാണ്. മാസ്റ്റർ ഷെഫിൽ പങ്കെടുത്തല്ല, പുള്ളിക്ക് റെസ്റ്റോറൻറ്റ് ഉണ്ട്. എല്ലാം എടുത്ത് വെച്ചിട്ട് ഒരുമിച്ച് മിക്സ് ചെയ്താണ് കറി കൊടുക്കുക. അതെ അതെ. അപ്പോൾ ഇവരുടെ സ്റ്റേഷനിലെ ഒന്ന് ടേസ്റ്റ്, കാരണം ഇപ്പോഴും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒന്നുമില്ല, പക്ഷേ ഇവരുടെ എല്ലാം പ്ലാൻഡ് ആണ്. ഫ്രൈഡ് ഓണിയൻ വേറെ, അവർ
പ്ലേറ്റ് ചെയ്തിട്ട് ലാസ്റ്റ് നമ്മളെ ചൂടോടുകൂടി തരാൻ വേണ്ടിയിട്ട് എല്ലാം സെപ്പറേറ്റ് ആയിട്ടൊക്കെ മാറ്റിയിട്ട് ഒരുമിച്ച് മിക്സ് പോലും ചെയ്തിട്ടില്ല. അപ്പോൾ ബാക്കിയുള്ള ടീമൊക്കെ നോക്കുകയാണ് ഇവർ എന്താ വല്ല പായസം ഉണ്ടാക്കുകയാണെന്നൊക്കെയാണ് വിചാരിക്കുക. പക്ഷേ ഇത്രയൊക്കെ ചിന്തിച്ചോ കുക്കു ചേച്ചി? ഞങ്ങൾ ഇവിടെ എന്താണുള്ളത് അത് ഉപയോഗിക്കുക, എല്ലാമല്ല ആവശ്യമുള്ളത് മാത്രം. സസ്റ്റൈനബിലിറ്റി അടിപൊളി. രാജേട്ടാ, ഈ 3 പെൺകുട്ടികളുടെ ഇവിടെ നിന്ന് രാജേട്ടാ വലിയ ഷെഫ് കളിക്കുന്ന കണ്ടു. എന്തെങ്കിലും മാർഗം ഉണ്ടായോ? ഈ കുക്ക് ഉള്ളപ്പോൾ പിന്നെ കുക്കിങ്ങിന് ഒരു പഞ്ഞം ഉണ്ടാവില്ല. പിന്നെ നമ്മളെ കൊണ്ട് കഴിയുന്നതെല്ലാം നമ്മൾ ഒരുമിച്ച് ചേർന്ന് ചെയ്തിട്ടുണ്ട്. ഇറ്റ്സ് എ ടീം വർക്ക്. സോ ഞങ്ങൾ ഡിലീഷ്യസ് ആയിട്ടൊരു യമ്മി ഫുഡ് ആയിരിക്കും തരാൻ പോകുന്നത്. പേര് ഇതുവരെ ഇട്ടിട്ടില്ല എന്നർത്ഥം. അത് ഞങ്ങൾ ഷെഫ് പിള്ള ചേട്ടന് കൊടുക്കുകയാണ് ആ പരിപാടി. കഴിച്ചതിന് ശേഷം നമ്മൾ പേരിടണം അല്ലേ? നയൻതാര, ഹായ്, വളരെ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. വെരി ഇൻട്രസ്റ്റിംഗ്. എന്നിട്ട് ഇന്ന് ചെയ്യുന്നത് കണ്ടില്ലല്ലോ. അല്ലല്ല, നയൻതാര ഒന്നും അറിയില്ല എന്നുള്ള ആറ്റിറ്റ്യൂഡിൽ ഇരിക്കുകയാണ്. ബട്ട് ഷീ നോസ് മെനി തിങ്സ് ആൻഡ് ഷീ ഈസ് നോട്ട് റിവീലിംഗ്. യു വിൽ ഫൈൻഡ് ഔട്ട്. We'll wait and see അല്ലേ വിളിച്ചേട്ടാ? ദാ എല്ലാം വല്ലതും നടക്കുന്നുണ്ടോ? കുറെ നേരമായി അവിടെ ഇരിക്കുന്ന കണ്ടു. ഞങ്ങളെല്ലാ പരിപാടിയും കഴിഞ്ഞു. ഇനി പിള്ളച്ചേട്ടനൊന്ന് രുചിച്ചു കഴിഞ്ഞാൽ 2 കഷ്ണം ബ്രെഡ് വന്നാൽ ഞങ്ങളതങ്ങ് ആ പരിപാടി തീർത്ത്. ഇവർ വളരെ വേഗത്തിലാണ് ഇതിൻ്റെ ഒരു കംപ്ലീറ്റ് ഒരു കോൺഫിഡൻറ്റ് ടീമായിട്ടാണ്. കാരണം ആചേട്ടൻ ഇവിടെ നിന്നിട്ട് അവരുടെ അടുത്ത ടീം ഇത് മതി. അപ്പോൾ ഞാൻ ചോദിച്ചു വലിയൊരു ഏറ്റവും ചെറിയ പാനിൽ കുക്ക് ചെയ്ത് ഇവരാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു വലിയ പാൻ എടുക്കുക. അത് കാരണം അദ്ദേഹത്തിന് എൻ്റെ മെഷർമെൻറ്റ് അറിയാവുന്നുണ്ട്. ഇവരെല്ലാം പറഞ്ഞെങ്കിൽ നോക്കിയാൽ നമുക്കറിയാം എല്ലാ സ്റ്റേഷനിലും ഏറ്റവും വലിയ പാനാണ് ഇത്. ഈ പാൻ യൂസ് ചെയ്യാൻ കാരണം ചിക്കൻ വേകുമ്പോൾ ചുരുങ്ങും. പിന്നെ ഇതിന്റെ അടിഭാഗം കുറച്ചും കൂടെ വീതിയുണ്ട്. അപ്പോൾ പെട്ടെന്ന് ചൂടാവും, പെട്ടെന്ന് വേവും. ഇവിടെ മാറി നിന്ന് ഒരു കീലേരി അച്ചു കളിച്ച് നിൽക്കുന്ന ഈ ബിബിൻ ജോർജിനോട് എന്ത് ചോദിക്കണം എനിക്ക്? ചേട്ടാ കണ്ടോ, ടേസ്റ്റ് ചെയ്ത് കണ്ടോ? നമ്മളത് കാണാൻ നിൽക്കുകയാണ്. പക്ഷെ താങ്കളും കണ്ടോണ്ട് നിൽക്കുകയാണോ എന്നൊരു സംശയം. പണിയെടുത്തിട്ടുണ്ട്, സത്യമായിട്ട് പണിയെടുത്തിട്ടുണ്ട്. ആ റിസൾട്ട് ഉണ്ടാവും. പ്രസന്റേഷൻ, ക്ലെൻലിനെസ്, ഇതിനൊക്കെ സമ്മാനമുണ്ട്, ഇതിനൊക്കെ പോയിന്റ്സ് ഉണ്ട്. സന്തോഷ് ചേട്ടാ എന്തായി? ഇത് അടിപൊളിയായിട്ട്. നിങ്ങൾ തന്നെ കഴിക്കാതെ നിങ്ങൾ പറയണം അടിപൊളിയായിട്ടുണ്ട്. ആദ്യം നമുക്കല്ലേ കോൺഫിഡൻസ് വേണ്ടേ അല്ലേ? നമ്മൾ കോൺഫിഡൻസ് നല്ലതാണ്, ഓവർ കോൺഫിഡൻസ് അല്ല. എന്തായി നിഷ? വല്ലതും നടക്കൂ? നന്നായി പോണു ഞങ്ങൾക്ക് എല്ലാവർക്കും. ഫൈനൽ ഗാർണിഷ് ചെയ്യാനുള്ള സംഭവങ്ങളൊക്കെ ക്യാപ്സിക്കൊക്കെ മുറിച്ചു ഇതെല്ലാം സെറ്റ് ചെയ്താണ്. പക്ഷെ ഇതെല്ലാവരും കാണാം നിങ്ങൾ ചെയ്യുന്ന എല്ലാം. ഓ, ആ രഹസ്യം വെളിവാക്കരുതെന്നാണോ പറഞ്ഞത്? അവരൊക്കെ 3 ഗാർണിഷ് കഴിഞ്ഞു കേട്ടോ. ഇവരുടെ സ്റ്റേജ് കറി കാണുമ്പോൾ തന്നെ അറിയാം. ഒരു നമുക്കറിയാം ഇതൊരു ലിമിറ്റഡ് ആയിട്ട് തേങ്ങാപ്പാൽ മാത്രമേ ഉള്ളൂ. പക്ഷെ ഇവരുടെ ഷാജൻ ചേട്ടൻ്റെ ഐഡിയയിലാണ് തോന്നുന്നത് ഒരു വറുത്തരച്ച ചിക്കൻ കറി സ്റ്റൈലിലാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. പുള്ളി ഫുള്ള് ഗൈഡൻസ് ആണ്. അവിടെ നിന്ന് കംപ്ലീറ്റ് ഇത് ചെയ്യുക അത് ചെയ്യുന്നു പറഞ്ഞിട്ട് എല്ലാ അതായത് ഈ ടേബിളിലെ ഷെഫ് പിള്ളയാണ് പുള്ളി, ബാക്കിയുള്ളവർ ജോലി ചെയ്യും. ഷെഫായിട്ടില്ല, ഇപ്പൊ പിള്ളയാണ്. ഇത് ഷെഫ് പിള്ളയായിട്ട് മാറും. പിന്നെ ഞങ്ങളുടെ ഡിഷിന് പേരിട്ടിരിക്കുന്നതും ഇതിന്റെ ഓൾ ഐഡിയ എന്ന് പറയുന്നത് ഷാജോൻ ചേട്ടന്റെ മാത്രമാണ്. പേര് പറയില്ല, അവസാനേ നമ്മൾ റിവീൽ ചെയ്യുള്ളൂ. അല്ലെ അടിച്ചു മാറ്റിയാലോ? എപ്പോഴും അടിച്ചു മാറ്റി ചോദിച്ചാൽ തൊട്ടിപ്പുറത്ത് നിൽക്കുന്ന ഒരു പാലക്കാടുകാരൻ ഇടയ്ക്ക് ഇങ്ങോട്ട് നോക്കുക, ഞാൻ ചെയ്യുന്നത് എന്താണോ അതുപോലെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവിടെ. കൊള്ളാലോ, ഇന്നെന്താ ഫിഷ് മാറിയോ? ഫിഷ് അല്ല, ഫിഷ് മസാലയാണ് മാറിയത്. അജ്മി ഫിഷ് മസാല, വിളമ്പാം മീൻ കറിയുടെ നല്ല വിശേഷം. അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ്. ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെയുണ്ട്. ലോകോത്തര ബ്രാൻഡുകൾ, ഒറിജിനൽ പ്രോഡക്ട്സ്, വൈഡ് റേഞ്ച്. മൈജി ഫ്യൂച്ചർ. Ladies and gentlemen, this is your captain speaking. Brides of Maharani from Maharani Wedding Collections, Todupuzha. Every bride is a Maharani.